Hello and welcome to day 16 of the challenge. 15 ദിവസത്തെ ചലഞ്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എല്ലാവരും ഈ ചലഞ്ച് കൂടെ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരു ജോബ് ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോവുകയാണ്. ആ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉത്തരം പറയുക? അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ റൂമിൻ്റെ പുറത്ത് ഒരു കസേരയിൽ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടേൺ വന്നപ്പോൾ നമ്മൾ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ നമ്മൾ അകത്ത് കയറി ചെല്ലുമ്പോൾ എന്താ ചോദിക്കുക? അകത്തേക്ക് വന്നോട്ടെ അങ്ങനെ ചോദിക്കില്ലേ? അതിന് മേ ഐ കമിൻ, മേ ഐ കമിൻ. അപ്പോൾ അവിടുത്തെ ആൾ മിക്കവാറും എന്താ പറയുക? യെസ് കമിൻ, ടേക്ക് യുവർ സീറ്റ്. അകത്തേക്ക് വരൂ, യെസ് കമിൻ, ടേക്ക് യുവർ സീറ്റ് എന്ന് വെച്ചാൽ ഇരിക്കൂ. ഇനിയിപ്പോൾ അഥവാ ടേക്ക് യുവർ സീറ്റ് എന്ന് അവർ പറഞ്ഞില്ലെങ്കിലും ചെന്ന ഉടനെ നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, മേ ഐ സിറ്റ് എന്ന് ചോദിക്കാം, എന്നിട്ട് ഇരിക്കാം. അപ്പോൾ ഇൻ്റർവ്യൂവർ പറയാണ് കം ഇൻ, ടേക്ക് യുവർ സീറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? താങ്ക് യു. അത് കഴിഞ്ഞ ആൾ മിക്കവാറും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് കൊടുന്ന് പരിശോധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവറിന് നമ്മളെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഫസ്റ്റ് ചോദ്യം ഉണ്ടാവുക എന്തായിരിക്കും? ടെൽ us a little bit about yourself. കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ടെൽ us a little bit about yourself. അപ്പോൾ നമ്മളെങ്ങനെ ഉത്തരം പറയുക? ആദ്യം നമ്മൾ നമ്മുടെ മുഴുവൻ പേര് പറയണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ പേര് മാറ്റുക. എൻ്റെ പേരിന്ന് ഐ ആം അനൂജ് ബാബു. എൻ്റെ പേര് അനൂജ് ബാബു എന്നാണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ പറയേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ വരുന്നതെന്ന്. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വരുന്നത് തൃശ്ശൂർ നിന്നാണെങ്കിൽ ഐ ആം ഫ്രം തൃശ്ശൂർ. നമ്മുടെ പേരും പിന്നെ വരുന്ന സ്ഥലവും ഒക്കെ പറഞ്ഞ ശേഷം നമ്മൾ പറയേണ്ടത് ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ജോലിക്ക് വരുന്നതെന്നാണ്. അപ്പോൾ ഒരു MBA കാരനാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ഒബ്റ്റെയിൻഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഐ ഒബ്റ്റെയിൻഡ് മൈ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ MBA ഫ്രം ഏത് യൂണിവേഴ്സിറ്റിയാണ്? കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് ഏത് വർഷമാണ് നമ്മൾ പാസ് ഔട്ട് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഐ പാസ്ഡ് ഔട്ട് ഇൻ ഓഗസ്റ്റ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഞാൻ പാസ് ഔട്ട് ആയിട്ടുണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ എല്ലാ ചരിത്രവും വിളിച്ച് പറയരുത്. ആ ജോലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം നമ്മൾ കൂടുതൽ പറയേണ്ടത്. പേരും പിന്നെ എവിടുന്ന് വന്നു എന്നുള്ളതും ഒരു ബേസിക് ഇൻഫർമേഷനാണ്. അത് പറഞ്ഞ ശേഷം നമ്മൾ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് പറയാം. ഇപ്പോൾ ഇവിടെ MBA ജസ്റ്റ് പാസ്സായ ഒരാളാണ് അനൂജ്. അപ്പോൾ ആൾ പറയണത് ഞാൻ MBA ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞു, ഇന്ന വർഷമാണ് ഞാൻ പാസ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയി എന്ന് പറഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, ഒരു വർഷമായല്ലോ പാസ് ഔട്ട് ആയിട്ട്, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യായിരുന്നോ? മിക്കവാറും നമ്മൾ ഇന്ന സമയത്ത് പാസ് ഔട്ട് ആയി, അതിപ്പോൾ ഈ വർഷം പാസ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ച് കാലം മുമ്പായിരുന്നെങ്കിൽ അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണ്. അപ്പം ആരെങ്കിലും ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, പാസ് ഔട്ട് ആയിട്ട് ഒരു വർഷമായല്ലോ, എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ? ഇതെങ്ങനെ ചോദിക്കും? ഇറ്റ് ഹാസ് ബീൻ ഓൾമോസ്റ്റ് എ ഇയർ സിൻസ് യു ഗ്രാജുവേറ്റഡ്. ഇറ്റ് ഹാസ് ബീൻ ഓൾമോസ്റ്റ് എ ഇയർ, ഏകദേശം ഒരു വർഷം, ഓൾമോസ്റ്റ് എ ഇയർ സിൻസ് യു ഗ്രാജുവേറ്റഡ്. ഹാവ് യു ബീൻ വർക്കിംഗ് സംവെയർ? എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഹാവ് യു ബീൻ വർക്കിംഗ് സംവെയർ? അപ്പോൾ നമ്മുടെ അനൂജ് എവിടെയും വർക്ക് ചെയ്യുന്നില്ല. അപ്പം അനൂജ് എന്താ ചെയ്തതെന്നുള്ളതാണ് പിന്നെ അനൂജ് പറയുന്നത്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, നോ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ വെഞ്ചർ. ഞാൻ എൻ്റെ സ്വന്തം ഒരു സംരംഭമാണ് തുടങ്ങിയത് പാസ് ഔട്ട് ആയ ശേഷം. I started my own venture. However, the lockdown was quite hard on my business and I had to shut it down. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ബിസിനസ്സൊക്കെ കുറച്ച് കഷ്ടത്തിലായി. അപ്പോൾ എനിക്കത് പൂട്ടേണ്ടി വന്നു. However, the lockdown was quite hard on my business and I had to shut it down. നമ്മൾ ഇങ്ങനൊരു ഉത്തരം കൊടുക്കണോണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർവ്യൂ എടുത്ത് പറയാണ് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ദിവസം പാഴാക്കിയില്ല, പകരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ അത് ശരിയായോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രസക്തിയില്ല. നമ്മൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്ന, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ, ആ രീതിയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂവറിൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഇൻ്റർവ്യൂവർ സ്വാഭാവികമായിട്ട് എന്താ ചോദിക്കുക? എന്താണ് താങ്കളുടെ ബിസിനസ്? കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? അതിനെ പറയാം,
വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഡിഡ് യു സ്റ്റാർട്ട്? വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് ഡിഡ് യു സ്റ്റാർട്ട്? ടെൽ അസ് മോർ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയൂ. ടെൽ അസ് മോർ അബൌട്ട് ഇറ്റ്. അപ്പോൾ അനുജ് പറയാണ്, ഞാനൊരു തുന്നൽ കട അതാണ് തുടങ്ങിയത്. അതിൽ ഫുൾ ടൈം ആയിട്ടുള്ള എംപ്ലോയീസിനെ ഞാൻ വെച്ചിരുന്നു. ഞാൻ എന്ത് തരം തുണിക്കടയാണ്, കുട്ടികളുടെയും പിന്നെ സ്ത്രീകളുടെയും വസ്ത്രത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തുണിക്കടയാണ് തുടങ്ങിയത്. ഇതാണ് അനുജ് പറയേണ്ടത്. എങ്ങനെയാണ് പറയണേ? ഐ സ്റ്റാർട്ടഡ് എ ടൈലറിംഗ് ഷോപ്പ് എംപ്ലോയിങ് 3 ഫുൾ ടൈം എംപ്ലോയീസ്. ഐ സ്റ്റാർട്ടഡ് എ ടൈലറിംഗ് ഷോപ്പ്, ഒരു തുണിക്കടയല്ല, തയ്യൽ കട. ഐ സ്റ്റാർട്ടഡ് എ ടൈലറിംഗ് ഷോപ്പ് എംപ്ലോയിങ് 3 ഫുൾ ടൈം എംപ്ലോയീസ്. 3 ആൾക്കാർ എൻ്റെ ജോലിക്ക് ഉണ്ടായിരുന്നു ഫുൾ ടൈം. ഇതാണ് അനുജ് പറയണത്. അതുമാത്രമല്ല, വി ഫോക്കസ്ഡ് പ്രൈമറിലി ഓൺ ദ കിഡ്സ് വെയർ ആൻഡ് വിമൻസ് വെയർ സെഗ്മെൻറ്റ്. കുട്ടികളുടെയും സ്ത്രീകളുടെയും വസ്ത്രങ്ങളിലാണ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. വി ഫോക്കസ്ഡ് പ്രൈമറിലി ഓൺ കിഡ്സ് വെയർ ആൻഡ് വിമൻസ് വെയർ സെഗ്മെൻറ്റ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ്, എന്നിട്ട് എങ്ങനെ ഉണ്ടായി കാര്യങ്ങൾ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോണു എന്ന് ചോദിക്കില്ലേ മലയാളത്തിൽ? അതുമാതിരി നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എങ്ങനെയാ? ഹൗ ഡിഡ് ഇറ്റ് ഗോ? അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അപ്പോൾ ആളുടെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു പാസ്റ്റ് ടെൻസിൽ ചോദിക്കുമ്പോൾ ഹൗ ഡിഡ് ഇറ്റ് ഗോ? തുടക്കത്തിൽ വളരെ നന്നായിരുന്നു, നല്ല റെസ്പോൺസ് കിട്ടി. കുറച്ചുകൂടെ മെഷീൻസ് വാങ്ങിക്കാനും കുറച്ചുകൂടെ ആൾക്കാരെ എംപ്ലോയ് ചെയ്യാനൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഈ പാൻഡമിക് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾക്ക് കട അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നത്. എങ്ങനെയാണ് പറയണത് അനുജ്? വി വെയർ ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഇനിഷ്യലി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ട്, ഇപ്പോൾ കുടുംബശ്രീയിലൊക്കെ ആൾക്കാർ കുറേ കാര്യങ്ങൾ തുടങ്ങാറില്ലേ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ ഉത്തരം പറയണമെങ്കിൽ വി വെയർ ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഇനിഷ്യലി. ഞങ്ങൾ തുടങ്ങിയപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് എല്ലാവരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. വി വെയർ ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഇനിഷ്യലി ആൻഡ് വി വെയർ പ്ലാനിങ് ടു ആഡ് മോർ എംപ്ലോയീസ് ആൻഡ് മെഷീൻസ്. കൂടുതൽ ആൾക്കാരെ ജോലിക്ക് നിർത്തണമെന്നും കുറച്ചുകൂടെ മെഷീൻസ് വാങ്ങിക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു. വി വെയർ പ്ലാനിങ് ടു ആഡ് മോർ എംപ്ലോയീസ് ആൻഡ് മെഷീൻസ്. അപ്പോഴാണ് ഈ കോവിഡ് പാൻഡമിക് വന്നത്. അങ്ങനെ പറയാം, ദാറ്റ്സ് വെൻ ദ പാൻഡമിക് ഹിറ്റ്. ദാറ്റ് ഇസ് വെൻ ദ പാൻഡമിക് ഹിറ്റ്. അതിന് പറയുമ്പോൾ അത് കോൺട്രാക്ഷൻ ഉപയോഗിക്കും. ദാറ്റ്സ് വെൻ ദ പാൻഡമിക് ഹിറ്റ് ഹാർഡ്. ഭയങ്കര മോശമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്തു. ഹിറ്റ് ഹാർഡ് എന്ന് വെച്ചാൽ വളരെ ഭീകരമായിട്ട് ഹിറ്റ് ചെയ്തു. ആൻഡ് വി ഹാഡ് ടു ക്ലോസ് ദ സ്റ്റോർ ബിക്കോസ് ഓഫ് ദ ലോക്ക്ഡൗൺ. എന്നിട്ട് ലോക്ക്ഡൗൺ കാരണം ഞങ്ങൾക്ക് സ്റ്റോർ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ദാറ്റ്സ് വെൻ ദ പാൻഡമിക് ഹിറ്റ് ഹാർഡ് ആൻഡ് വി ഹാഡ് ടു ക്ലോസ് ദ സ്റ്റോർ ബിക്കോസ് ഓഫ് ദ ലോക്ക്ഡൗൺ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ ഈ സംഭവം മുഴുവൻ അടച്ചു പൂട്ടിയോ? നിങ്ങൾ നിർത്തിയോ? അങ്ങനെ ചോദിക്കുക. സോ ഡിഡ് യു ഗിവ് അപ്പ് ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി? ഈ ഫ്രേസ് പഠിച്ചു വെക്കണം. ഗിവ് അപ്പ് ഓൺ സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങില്ലേ, ആ അവസ്ഥ തന്നെയാണ് ഗിവ് അപ്പ് ഓൺ സംതിങ്. ചില ആൾക്കാർ ചില എക്സാംസ് എഴുതിയിട്ട് അത് ക്ലിയർ ആവാത്തപ്പം ഐ എം ഗിവിങ് അപ്പ് ഓൺ ദിസ് എക്സാം, ഞാൻ ഇനി അത് എഴുതാൻ പോകുന്നില്ല, എനിക്കിത് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നെവർ ഗിവ് അപ്പ് ഓൺ യുവർ സ്പോക്കൺ ഇംഗ്ലീഷ്. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒരിക്കലും വിട്ടുകൊടുത്ത് തളരരുത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ആൾക്കാർ ഗിവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഷീ ഗേവ് അപ്പ്, ഓൾറെഡി ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീ ഗേവ് അപ്പ് ഓൺ ഹെർ എക്സാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ഡിഡ് യു ഗിവ് അപ്പ് ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി? ഗിവ് അപ്പ് ഓൺ ഇറ്റ്, ഈ പ്രപ്പോസിഷനും പഠിക്കണം. അപ്പോൾ ഈ ഫ്രേസായിട്ട് പഠിച്ചു വയ്ക്കുക. ഗിവ് അപ്പ് ഓൺ സംതിങ്, ഗിവ് അപ്പ് ഓൺ സംതിങ്. ഡിഡ് യു ഗിവ് അപ്പ് ഓൺ ഇറ്റ് കംപ്ലീറ്റ്ലി? മുഴുവനായിട്ട് വിട്ടുകൊടുത്തോ, നിർത്തിയോ? അപ്പം ഞാൻ പറയാണ് ഞാൻ ഈ മെഷീൻസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. ഐ ഹാവ് ടേക്കൺ എ ലോൺ ഫോർ ദ മെഷീൻസ്. ഇപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം, ആ വീഡിയോ കാണുക. കാരണം പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്ന സെൻറ്റൻസസ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ഗ്രാമർ കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. അപ്പോൾ ഐ ഹാവ് ടേക്കൺ, ഇത് പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ആ ലോൺ ഇപ്പോഴും ഉണ്ട് അല്ലേ. ലോൺ എനിക്ക് സാങ്ഷൻ ആയത് മുമ്പായിരിക്കും, പക്ഷെ ആ ലോൺ എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ ഐ ഹാവ് ടേക്കൺ എ ലോൺ for the machines. Right now the machines are at the employees' homes. ഇപ്പം മെഷീൻസ് കടയിലല്ല, തൊഴിലാളികളുടെ വീട്ടിലാണ്. ആരൊക്കെയാണ് ഈ സ്റ്റിച്ചിങ് ചെയ്യണേ? അവരുടെ വീട്ടിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയീസ് ഹോംസ്, എംപ്ലോയീസിൻ്റെ
ഹോംസിൽ, അവരുടെ വീടുകളിൽ. അപ്പോൾ ഒരു എംപ്ലോയി അല്ല, പല എംപ്ലോയി ഉണ്ട്. അപ്പോൾ അവരുടെ എന്നുള്ള അർത്ഥം വരുന്ന വേണ്ടിയിട്ട് നമ്മൾ അപ്പോസ്ട്രോഫി എസ് കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. എംപ്ലോയീസ് ഹോംസ്. ഒരു എംപ്ലോയി ഉള്ളെങ്കിൽ എംപ്ലോയി അപ്പോസ്ട്രോഫി എസ്. കുറേ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എംപ്ലോയീസ് കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി വരിക കേട്ടോ. എന്നിട്ട് പറയാണ്, ആൻഡ് ദേ ഡു ദെയർ വർക്ക് ഫ്രം ദെയർ ഹോംസ് വിത്ത് ഓൾ ദ ഫാബ്രിക് വി ഹാഡ് പ്രീ ഓർഡേർഡ്. ഞങ്ങൾ കുറേ തുണി വാങ്ങിച്ചു വെച്ചിരുന്നു, അതാണ് പ്രീ ഓർഡേർഡ് ഫാബ്രിക്. പ്രീ ആയിട്ട് ഓർഡർ ചെയ്തത്, മുമ്പ് ഓർഡർ ചെയ്തത്. പ്രീ ഓർഡേർഡ് ഫാബ്രിക് വെച്ചിട്ട് അവരവരുടെ വീടുകളിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യണത്. സോ റൈറ്റ് നൗ ദ മെഷീൻസ് ആർ അറ്റ് ദ എംപ്ലോയീസ് ഹോംസ് ആൻഡ് ദേ ഡു ദെയർ വർക്ക് ഫ്രം ദെയർ ഹോംസ് വിത്ത് ഓൾ ദ ഫാബ്രിക് വി ഹാഡ് പ്രീ ഓർഡേർഡ്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ സ്കൂളുകളൊക്കെ അടച്ചിരിക്കുകയാണല്ലോ, ക്ലോസ്ഡ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര ഡിമാൻഡ് ഇല്ല. സിൻസ് ദ സ്കൂൾസ് ആർ ക്ലോസ്ഡ് വി ഡോണ്ട് ഹാവ് മച്ച് ഡിമാൻഡ് നൗ. ഇപ്പം അത്ര ഡിമാൻഡ് ഇല്ല. സിൻസ് ദ സ്കൂൾസ് ആർ ക്ലോസ്ഡ് വി ഡോണ്ട് ഹാവ് മച്ച് ഡിമാൻഡ് നൗ. ഹൗവർ ഐ ഹോപ്പ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ സൂൺ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവും. ഐ ഹോപ്പ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ സൂൺ ആൻഡ് വി ക്യാൻ ഫൈൻഡ് എ മാർക്കറ്റ് ടു സെൽ ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഞങ്ങളുടെ ഈ തുന്നി വെച്ച സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് ഉടൻ തന്നെ ഓപ്പൺ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹൗവർ ഐ ഹോപ്പ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ സൂൺ ആൻഡ് വി ക്യാൻ ഫൈൻഡ് എ മാർക്കറ്റ് ടു സെൽ ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. സിൻസ് ഐ ഹാവ് ടു പേ ദ സാലറീസ് ആൻഡ് ദ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. എന്തിനാണ് ഞാൻ ഈ ജോലി നോക്കുന്നത്? എനിക്ക് ഈ എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കണം, പിന്നെ ഈ മെഷീൻസിൻ്റെ ഒക്കെ ലോൺ ഉണ്ട്, അത് അടയ്ക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഒരു ജോലി വേണം. സിൻസ് ഐ ഹാവ് ടു പേ ദ സാലറീസ് ആൻഡ് ദ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. അതുകൊണ്ടാണ് ഞാൻ ജോലി അന്വേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂവറിന് ഉണ്ടാകുന്ന ഡൗട്ട് എന്താ? നിങ്ങളുടെ ബിസിനസ് ശരിയായാൽ അപ്പോൾ നിങ്ങൾ ഈ ജോലി ക്വിറ്റ് ചെയ്യുമോ? രാജിവെച്ച് പോവുമോ? അങ്ങനെ ചോദിക്കുക. സോ വുഡ് യു ക്വിറ്റ് ദിസ് ജോബ് വൺസ് യുവർ ബിസിനസ് ഇസ് ബാക്ക് ഓൺ ട്രാക്ക്? ബാക്ക് ഓൺ ട്രാക്ക് ഇതൊരു ഫ്രേസാണ്, പഠിച്ചു വെക്കണം. കാര്യങ്ങൾ പഴയ രീതിയിൽ നോർമലായിട്ട് നടക്കുക. ബാക്ക് ഓൺ ട്രാക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ ബിസിനസ് ബാക്ക് ഓൺ ട്രാക്ക് ആകുക എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവുക, അതിന് മാർക്കറ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ നമ്മൾ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ ബാക്ക് ഓൺ ട്രാക്ക്. എന്താ ചോദിക്കുന്നത്? സോ വുഡ് യു ക്വിറ്റ് ദിസ് ജോബ്? ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ വുഡ് യു ക്വിറ്റ് ദിസ് ജോബ്? രാജിവെക്കുമോ? വൺസ് യുവർ ബിസിനസ് ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. എപ്പോഴും വൺസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നടന്നാൽ വൺസ് യുവർ ബിസിനസ് ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. അപ്പം ഞാൻ പറയാണ്, ഇല്ല ഞാൻ രാജിവെക്കില്ല. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം കൂടെ പറയണമല്ലോ. അപ്പം ഞാൻ പറയണത്, എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആളിത് നോക്കിക്കോളും. അപ്പോൾ ഞാൻ എങ്ങനെ പറയത്? ഐ വുഡൻറ്റ് ക്വിറ്റ് മൈ ജോബ്. ഞാൻ എൻ്റെ ജോലി രാജിവെക്കില്ല. ഐ വുഡൻറ്റ് quit my job. My brother also helps me in the business. My brother also helps me in the business. And he is now trained enough to take care of it all by himself. ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. My brother also helps me in the business. And he is now trained enough to take care of it all by himself. അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, അങ്ങനെയാണോ? അങ്ങനെ പറയാം, ഐ സി. ഓക്കെ, ഐ സി. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ജോലി തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താ? വൈ ഡിഡ് യു ചൂസ് ദിസ് ജോബ്? വൈ ഡിഡ് യു ചൂസ് ദിസ് ജോബ്? ഇത് സാധാരണ ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഒരു സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തത്? അപ്പോൾ ഈ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കമ്പനീസിന് മിക്കവാറും ഒരു വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനി ആണെങ്കിൽ ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റ് പോയി നോക്കുക. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തപ്പിപ്പരതി എല്ലാ കാര്യങ്ങളും നോക്കണം. എവിടെയൊക്കെ ഓഫീസസ് ഉണ്ട്, എന്തൊക്കെയാണ് പ്രധാന ജോലികൾ, പിന്നെ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ നോക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈറ്റ് വഴി ആയിരിക്കുമല്ലോ നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുക. അപ്പോൾ ഈ ജോബിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും എന്താണ് അവർക്ക് വേണ്ടതെന്ന്. വി ആർ ലുക്കിംഗ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. അത് പ്രത്യേകം നോക്കുക. എന്നിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഈ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്ന് നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മളത് പറയണം. അപ്പം നമുക്ക് ആ ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ഇൻ്റർവ്യൂവിന് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാന്ന് പറയാം. നമ്മൾ കുറേ എന്താ പറയുക ടെക്നിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ കമ്പനീനെ കുറിച്ച് നന്നായി മനസ്സിലാക്കുക. അപ്പം നമ്മളെക്കുറിച്ചൊരു നല്ല ഇമ്പ്രഷൻ ആയിരിക്കും ആ ഇൻ്റർവ്യൂവേഴ്സിന് ഉണ്ടാവുക. കാരണം നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണെന്നുള്ളൊരു ഇമ്പ്രഷൻ നമ്മളെക്കുറിച്ച് അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ നന്നായി പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ അനൂജ് പറയണത് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ഹാവ് റെഡ് അബൌട്ട് ദിസ് കമ്പനി. ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത്. പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ഈ ഫ്രേസും പഠിച്ചു വെക്കണം. ആൻഡ് ഐ ബിലീവ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഈ കമ്പനിനെ കുറിച്ച് ഞാൻ വായിച്ചു, എന്നിട്ട് എനിക്ക് മനസ്സിലായി കമ്പനി നന്നായിട്ട് വളരാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണെന്ന്. ഐ ഓൾസോ ലൈക്ഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ഞാനത് വായിച്ചിട്ടുണ്ട്, ഞാനത് കെയർ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് എന്ന് നമ്മൾ അവിടെ ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്. ഐ ഓൾസോ ലൈക്ഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ സെക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ? ആസ് ഇറ്റ് ഇൻവോൾവ് സം ബിസിനസ് ട്രാവൽ ആൻഡ് മീറ്റിംഗ് ക്ലയൻറ്റ്സ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ട്രാവലിംഗ് ഉണ്ട്, ക്ലയൻസിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ടി വരും, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവിടെ പറയണത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇഷ്ടമുള്ള ഒരാളെയാണ്. അപ്പോൾ നമ്മൾക്കത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്തതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മളെക്കുറിച്ച് അവർക്കൊരു ഇംപ്രഷൻ വരാൻ സഹായിക്കും. ഐ ഓൾസോ ലൈക്ഡ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആസ് ഇറ്റ് ഇൻവോൾവ് സം ബിസിനസ് ട്രാവൽ ആൻഡ് മീറ്റിംഗ് ക്ലയൻറ്റ്സ് വിച്ച് ഐ ഫൈൻഡ് ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ചലഞ്ചിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് ഇങ്ങനെ എടുത്തിട്ട് വിച്ച് ഐ ഫൈൻഡ് ചലഞ്ചിങ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇതേ സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് അനുജ് പറയാണ്, എൻ്റെ ഈ എക്സ്പീരിയൻസും എൻ്റെ എഡ്യൂക്കേഷനൊക്കെ വെച്ചിട്ട് ഈ റോളിന് ഞാൻ വളരെ നല്ലതായിരിക്കും, നന്നായി ഫിറ്റായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയണത് വിത്ത് മൈ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ I believe that I will be a great fit for this role. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഇംപ്രഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇനി വളരെ കോമൺ ആയിട്ട് വരുന്ന വേറൊരു ചോദ്യം എന്താണെന്ന് അറിയോ? ഹൗ ഡു യു മാനേജ് സ്ട്രെസ്? മിക്ക ജോലികളിൽ ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവും ഒത്തിരി. അപ്പോൾ അവർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം രാജിവെച്ചിട്ട് പോവുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചോദ്യമാണ് ഹൗ ഡു യു മാനേജ് സ്ട്രെസ്. അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഒരു നല്ല ഉത്തരമാണ് അനുജ് കൊടുക്കുന്നത്. അങ്ങനെയാന്ന് നോക്കാം. ഐ ബിലീവ് ദാറ്റ് ഇൻ ടുഡേയ്സ് വേൾഡ് എനി ജോബ് ക്യാൻ ഹാവ് സം എമൗണ്ട് ഓഫ് സ്ട്രെസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇന്നത്തെ ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു ജോലിയാണെങ്കിലും ഒരു ഇത്തിരി സ്ട്രെസ് ഉണ്ടാവും. ഹൗ വി ഹാൻഡിൽ സ്ട്രെസ് ഡിപ്പെൻഡ്സ് ഓൺ അവർ പെർസ്പെക്റ്റീവ്. നമ്മുടെ ഒരു വീക്ഷണം അനുസരിച്ചാണ് നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുക എന്നത് ഇരിക്കുക. How we handle stress depends on our perspective. I find that any stressful situation can be viewed as a challenge. ഞാൻ കരുതുന്നത് ഏതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ നമുക്കൊരു ചലഞ്ചായിട്ട് കാണാൻ പറ്റും. എന്നുവെച്ചാൽ വളരെ എന്തെങ്കിലും ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അങ്ങനെയുള്ള അവസരത്തിലല്ലേ സ്ട്രെസ് വരിക. അപ്പോൾ അതിനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനായിട്ട് കാണാണ്ട് അതിനൊരു ചലഞ്ചായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് ആൾ പറയണത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് സ്ട്രെസ് ഫീൽ ചെയ്യുന്നതിന് പകരം ഐ ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദ വർക്ക് ഡൺ വിച്ച് ബ്രിങ്സ് മീ ജോയ്. എൻ്റെ ഫോക്കസ് എന്താണ്? ആ ജോലി അങ്ങോട്ട് തീർക്കുക, ആ ജോലി ചെയ്യാൻ പറ്റും നന്നായിട്ട്, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. സ്ട്രെസ്സിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, സ്ട്രെസ് ഫീൽ ചെയ്യുന്നതിന് പകരം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ ജോലി ചെയ്ത് തീർക്കുക, അപ്പം കിട്ടുന്ന സന്തോഷമില്ലേ, അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് സ്ട്രെസ്ഡ് ഐ ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ദ ജോബ് ഡൺ വിച്ച് ബ്രിങ്സ് മീ ജോയ്. അപ്പോൾ ഇൻ്റർവ്യൂ എന്താ പറയണത്? ശരി, ഒരാഴ്ചക്കകം ഞങ്ങൾ അറിയിക്കാം. അതിനെ പറയാം ഓക്കെ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഇൻ എ വീക്ക്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഞങ്ങൾ അറിയിക്കാം എന്ന് പറയുന്നതിന് പകരം എത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ അറിയിക്കാം എന്നുള്ളത് പറയാൻ പറ്റിയൊരു ഫ്രേസാണ് വി വിൽ ഗെറ്റ് ബാക്ക് ടു യു ഇൻ എ വീക്ക്. എന്നിട്ട് പറയാണ് നിങ്ങളുടെ സമയത്തിന് നന്ദി, താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ അനുജ് പറയാണ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. എനിക്ക് അവസരം തന്നതിന് നന്ദി, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. May I come in? Yes, come in. Take your seat. Thank you.
Tell us a little bit about yourself. I am Anuj Babu. I am from Thrissur. I obtained my Masters in Business Administration from Cochin University. I graduated in August last year. It has been almost a year since you graduated. Have you been working somewhere? No, I started my own venture. However, the lockdown was quite hard on my business and I had to shut it down. What kind of business did you start? Tell us more about it. I started a tailoring shop employing 3 full-time employees. We focused primarily on the kids' wear and women's wear segment. How did it go? We were getting a good response initially and we were planning to add more employees and machines. That's when the pandemic hit hard and we had to close the store because of the lockdown. So did you give up on it completely? I've taken a loan for the machines. So right now, the machines are at the employees' homes and they do their work from their homes with all the fabric we had pre-ordered. Since the schools are closed, we don't have much demand now. However, I hope things will get better soon. And we can find a market to sell the finished products. Since I have to pay the salaries and the loan installments, I'm looking for a job. So would you quit this job once your business is back on track? I wouldn't quit my job. My brother also helps me in the business and he is now trained enough to take care of it all by himself. I see. Why did you choose this job? I have read about this company and I believe that it has a lot of potential for growth. I also liked the job description as it involves some business travel and meeting clients, which I find challenging and interesting. With my experience and education, I believe that I'll be a great fit for this role. How do you manage stress? I believe that in today's world, any work can have some amount of stress associated with it. How we handle stress depends on our perspective. I find that any stressful situation can be viewed as a challenge. So instead of feeling stressed, I focus on getting the work done, which brings me joy. Okay, we will get back to you in a week. Thank you for your time. Thank you for the opportunity. ഈ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എടുത്ത് നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നവയാണ്. അപ്പോൾ എല്ലാവരും ചലഞ്ച് കൂടെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം അടുത്ത ചലഞ്ചായിട്ട് കാണുന്നവരേക്കും ബൈ.